ചീര ചെറിയതായിട്ട് മുറിച്ചിട്ട് നന്നായി കഴുകി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ചൂടാക്കിയ ഒരു ചട്ടിയിലേക്ക് അരിഞ്ഞു വെച്ച ചീര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തക്കാളി ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഒരു 3-4 തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പിടി ചെറിയ ഉള്ളി, അതേപോലെ ഇത് ഇത്ര വെള്ളുള്ളി ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ്, ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കാം. അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ചീരയിൽ തന്നെ നിറയെ വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. ഒന്നും കൂടി തക്കാളിയൊക്കെ നന്നായിട്ട് അതിൻ്റെ തോലൊന്ന് മാറി നന്നായി വെന്ത് വരട്ടെ കേട്ടോ. ഇതൊന്ന് അടച്ച് വയ്ക്കാം. ഇപ്പം ഇത് വെന്തുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കതൊന്ന് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. കുറച്ച് നേരം തണുക്കാനായിട്ട് വെച്ചിട്ട് നമുക്കിതൊന്ന് മിക്സിയിൽ തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. ഒന്ന് ആറട്ടെ. ഇത് കുറച്ച് ജീരകം കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ആദ്യം ചെയ്യേണ്ടതാണ്, വിട്ടുപോയി. കുറച്ച് ജീരകം കൂടിയിട്ട് ചേർത്തിട്ട് വേവിക്കണം. നന്നായി തണുത്തുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിലുള്ള ഈ വെള്ളം തന്നെ ചേർത്തിട്ട് അരയ്ക്കാം കേട്ടോ. നന്നായിട്ട് ഫൈൻ പേസ്റ്റ് ആവണ്ട, തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം. ഇതേപോലെ തരിതരിപ്പായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉണ്ടല്ലേ, ഇതേപോലെ അരയ്ക്കുക. അതിന് ശേഷം ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചട്ടി ആവശ്യത്തിന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് ആവശ്യം അനുസരിച്ചിട്ട് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം കേട്ടോ.
പൊട്ടി കഴിയുമ്പം നമുക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവോള, വാടി വരട്ടെ. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഈ അരച്ചു വെച്ച ചീര ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതുപോലെ റൈസിൽ മിക്സ് ചെയ്തിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചീര ഇഷ്ടമില്ലാത്ത കുട്ടികളും നന്നായിട്ട്